ഹലോ, ഇന്ന് നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 11ാമത്തെ ദിവസമാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റ ഉടനെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇപ്പം നോമ്പൊക്കെ അവസാനിച്ചതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് രാവിലെ എണീറ്റ ഉടനെ കുളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അലർജിയാണ് കേട്ടോ. എനിക്കൊരു 10 മണി ആ ഒരു വെയിലൊക്കെ ഉദിച്ചതിന് ശേഷം കുളിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ എണീറ്റ ഉടനെ കിച്ചണിൽ കയറിയിട്ട് പട്ടുവിനെ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അവൾക്ക് ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് പോകുന്നത് ചപ്പാത്തിയും അതിൻ്റെ കൂടെ ടൊമാറ്റോ കറിയാണ്. ടൊമാറ്റോ കറിക്ക് നമ്മളിവിടെ ടൊമാറ്റോ തൊക്ക് ഉണ്ടാക്കാമെന്നാണ് പറയുക. അതാണ് കൊടുത്തു വിടുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കേണ്ട ഒരു സമയം മാത്രമേ വേണ്ടൂ. പിന്നെ സ്നാക്ക് ബോക്സിൽ കുറച്ച് കുട്ടി ക്രീം ബണ്ണെന്ന് വെച്ചാൽ നമ്മൾ ക്രീം വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു ബണ്ണ്, ആ ബണ്ണാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അല്ലാതെ ചില്ലറ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം തന്നെയാണ് സ്നാക്സായിട്ട് ചുണ്ടുവിനും വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നത്തെയും പോലെ തന്നെ ഇഡ്ഡലി തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഇഡ്ഡലി ഞാൻ കഴിക്കുന്നതോട് കൂടിയിട്ട് ചുണ്ടുവിനും കൊടുക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഇത്തിരി നേരത്തെ പോകണം. നമ്മളന്ന് ലൈസൻസ് എടുത്തതിൻ്റെ ബാക്കിയുള്ള പേപ്പർ വർക്ക്സും അതുപോലെ ഫോട്ടോ എടുക്കലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുണ്ടുവിനാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട്. കുറച്ച് നേരം ആളെ വെയിറ്റ് ചെയ്തിട്ട് ആളെയും കൂട്ടിയിട്ട് വേഗം RT ഓഫീസിലേക്ക് പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ ഇത്തിരി നേരത്തെ പോവുകയാണല്ലോ നല്ലത്. പോയിട്ട് നമുക്ക് ഒരു 12 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം. 12 മണിക്കാണ് ചുണ്ടുവിനെ എടുക്കേണ്ട ടൈമും. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സമയം കളഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ലേഡി ഉണ്ട്. ആൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊരു 11:55 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് സ്കൂളിലോട്ട് പോയി ചുണ്ടുവിനെ എടുത്തു. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം കൊണ്ടുവന്ന പ്രസാദം എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് ടിന്നിലിരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് കഴിച്ചോട്ടോ കുറച്ച്. എനിക്ക് അരവണേക്കാളും ഇഷ്ടം അപ്പമാണ്. ഭയങ്കര ഹാർഡായിട്ട് കടിച്ചാൽ പോലും പൊട്ടാത്ത അപ്പം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഉണ്ടായിരുന്നത് ബാക്കി ഞാനും പട്ടും ചുണ്ടും കൂടി തീർത്തു. അത് കഴിഞ്ഞ് പട്ടുവിനെ ട്യൂഷനാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പട്ടു ട്യൂഷന് പോകുന്നത്. അവിടെ അവളും പിന്നെ ആ വീട്ടിലെ കുറച്ച് കുട്ടികളുമാണ്. അവിടേക്ക് മാം ഹോം ട്യൂഷൻ പോലെയാണ്. മാം അവിടെ വന്നിട്ടാണ് ഇവരെ ട്യൂഷനൊക്കെ എടുത്ത് പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടാക്കാനായിട്ട് ജസ്റ്റ് പോവും. വരാനായിട്ട് അവൾ തിരിച്ച് മാമിൻ്റെ കൂടെ തിരിച്ച് വീട്ടിൽ വരികയാണ് ചെയ്യുക. ഈ ഒരു ടൈമായി കഴിഞ്ഞാൽ ഇതുപോലെ ടെറസിൽ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒരു തണുപ്പും കാറ്റൊക്കെ ഉള്ളൊരു നല്ല ക്ലൈമറ്റാണ്. പിന്നെ മാം വരണ വരെ ലേറ്റ് ആവുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇതുപോലെ ചുണ്ടുവിനും കൊണ്ട് ഇവിടെ കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ചുണ്ടുവിനും ഇവരൊക്കെ ആയിട്ട് കളിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ ഇതാ ആ അകലെ കാണുന്നതാണ് കേട്ടോ നമ്മൾ അന്ന് പാർക്കിൽ പോയി കണ്ട ലേക്കില്ലേ, അതാണ് കേട്ടോ ആ ലേക്ക്. ഇവിടെ വന്നേ പിന്നെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ടെറസുകൾ ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് വലിയ ബിൽഡിങ്ങിനേക്കാളും ചെറിയ ഇങ്ങനെ വീടുകളുണ്ടല്ലോ. ഇവിടെ മുറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ടെറസാണ് മെയിൻലി മുറ്റം പോലെ അലങ്കരിച്ച് അതുപോലെ കുറേ ചെടികളൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും അവർ ടെറസിലാണ് കേട്ടോ ചെയ്യുന്നത്. തുണി അലക്കുന്നതാണെങ്കിലും തുണി ഇടുന്നതാണെങ്കിലും കളിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ ടെറസിലാണ് ചെയ്യുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടു നിൽക്കാനായിട്ട്. അങ്ങനെ ട്യൂഷനൊക്കെ കൊണ്ടാക്കി അവൾ തിരിച്ച് വന്ന് നൈറ്റിലേക്ക് നമ്മൾ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിയത്. കുറേ നാളായി പൊറോട്ട കഴിച്ചിട്ട്. പൊറോട്ടയുടെ കൂടെ ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ കൂടെ നമുക്കൊരു വെജിറ്റബിൾ കുറുമയും ഉണ്ടായിരുന്നു. പട്ടുവിന് വായയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഫുൾ അലർജി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഈ ദോശ കഴിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിലും അതിങ്ങനെ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ഇതാക്കി കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾക്ക് എന്താണോ ഇഷ്ടം കഴിക്കാൻ അതാണ് നമ്മൾ വാങ്ങി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മെയിൻലി ഇന്ന് പൊറോട്ട വാങ്ങിയത്. പിന്നെ ദോശ വേണ്ടവർക്കൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. ഇനി നമുക്ക് നാളെ കാണാവേ. ബൈ.